ആരും നമുക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമാ. ദൈവത്തിന്റെ വചനം പറയാ, കരയുന്ന കാക്കയ്ക്കും അതതിന്റെ ആഹാരം. അതതിന്റെ ആഹാരം. പ്രാവ് കഴിക്കുന്നതല്ല കാക്ക കഴിക്കുന്നത്, പരുന്ത് കഴിക്കുന്നതല്ല കാക്ക കഴിക്കുന്നത്. കാക്കയ്ക്ക് അതിന്റെ ആഹാരം തന്നെ വേണമെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആവശ്യം എന്താ? നിന്റെ വിഷയം എന്താ? അതിന്റെ മേൽ പ്രവർത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരത്തെ നൽകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വിഷയമായിരിക്കത്തില്ല നിന്റെ വിഷയം. നിന്റെ വിഷയം നിന്റെ മാത്രം വിഷയമാണ്. ആ വിഷയത്തിന് പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണെന്ന്. അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്ന കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരം. കാക്കക്കുഞ്ഞിനെ